ഹായ് ഫ്രണ്ട്സ്, 75 കഴിഞ്ഞാൽ മോദി വിരമിക്കുമോ ചോദിക്കുന്നത് ഡൽഹി മുഖ്യമന്ത്രി ആം ആദ്മി പാർട്ടി നേതാവ് ശ്രീ അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹത്തിന്റെ ഈ ചോദ്യം വലിയ വിപ്ലവമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ചും BJP നേതാക്കളുടെ ഇടയിൽ. കാരണം ഇതേ കാരണം പറഞ്ഞുകൊണ്ടാണ് BJPയിലെ മുതിർന്ന പല നേതാക്കന്മാരെയും നരേന്ദ്ര ദാമോദർ വെട്ടിയൊതുക്കിയത്. പക്ഷേ അദ്ദേഹം വിരമിക്കാനൊന്നും പോകുന്നില്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാം. കാരണം മറ്റൊന്നുമല്ല, ഗുജറാത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് വണ്ടി കയറുന്നത് കൃത്യവും വ്യക്തവുമായ പ്ലാനുകളോടെയാണ്. നരേന്ദ്ര ദാമോദറും അതേപോലെ തന്നെ അമിത്ഷായും ആ ഗുജറാത്തി നേതൃത്വം BJP പാർട്ടിയെ തന്നെ ഹൈജാക്ക് ചെയ്തുവെന്ന് വേണമെങ്കിൽ പറയാം. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് മുതിർന്ന പല നേതാക്കന്മാരെയും മൂലക്കിരുത്തി. ഒന്നാമൻ ശ്രീമാൻ LK അഡ്വാനി, 2 മുരളി മനോഹർ ജോഷി. അവരുടെയൊക്കെ രാഷ്ട്രീയ ഭാവിയാണ് ഇദ്ദേഹം കൊണ്ടുവന്ന നയപരിപാടികളുടെ അവസാനിച്ചു പോയത്. ഏതാണെങ്കിലും വയസ്സുകാലത്ത് രാമക്ഷേത്രം പൂർത്തിയാക്കിയപ്പോ രാമക്ഷേത്രത്തിന്റെ കാരണഭൂതനായ LK അഡ്വാനിക്ക് കൊടുത്തു ഭാരതരത്നം. അതോടൊപ്പം തന്നെ പള്ളി പൊളിക്കലിന് നേതൃത്വം നൽകിയ LK അഡ്വാനിക്ക് ഭാരതരത്നം കൊടുത്തതോടൊപ്പം തന്നെ ശ്രീ PV നരസിംഹറാവുവിനും ഭാരതരത്ന അവാർഡ് നൽകി. എന്തുകൊണ്ട്? ബാബറി മസ്ജിദ് തകർന്നു വീഴുമ്പോ അദ്ദേഹമായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അപ്പോ അദ്ദേഹത്തിന്റെ മൗനാനുഭാവത്തോടു കൂടിയാണ് സംഭവിക്കുന്നത്. ഏതാണെങ്കിലും ശ്രീ അരവിന്ദ് കെജ്രിവാൾ ഉയർത്തിവിട്ട ചോദ്യം ഇപ്പൊ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അതോടൊപ്പം കേജ്രിവാൾ 10 ഗ്യാരണ്ടികൾ നൽകുന്നുണ്ട്. മോദി ഗ്യാരണ്ടിക്ക് ബദൽ കേജ്രിവാൾ ഗ്യാരണ്ടി. ഏവരും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ: സൗജന്യ വിദ്യാഭ്യാസം, കാർഷിക ഉൽപ്പന്നങ്ങൾ താങ്ങുവില. ഇനി കണ്ടറിയേണ്ടുന്ന കാര്യം ഇന്ത്യൻ ജനത ഏത് ഗ്യാരണ്ടി സ്വീകരിക്കുമെന്നുള്ളതാണ്. മോദി ഗ്യാരണ്ടിയോ അതോ കേജ്രിവാൾ ഗ്യാരണ്ടിയോ? ഇതെല്ലാം കൂടി ആയപ്പോ BJP ആകെ അങ്കലാപ്പിലാണ്. 2ാം ഘട്ടം 3ാം ഘട്ടമായപ്പോ തന്നെ BJP പിന്നോട്ട് പോവുകയാണ്. ഇന്ന് 4ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുകയാണ്. ഏതാണെങ്കിലും BJP പ്രഖ്യാപിച്ച് 400 പോയിട്ട് 273 പോലും കടക്കുന്ന കാര്യം ഇപ്പോൾ സംശയമാണ്. അന്തിമഫലം കാത്തിരുന്ന് കാണാം.